ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ റൈസാണ്, തക്കാളിച്ചോറ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുക്കാം. അത് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 2 കഷ്ണം പട്ട, 3-4 ഗ്രാമ്പൂ, 2 ഏലക്കായ ഇവ ചേർത്ത് കൊടുക്കാം. അത് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള, ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചുമന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സ് തയ്യാറാക്കി കൊടുക്കാനും ഇതേപോലെ തയ്യാറാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് 1 പച്ചമുളകും 1 ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നിങ്ങൾ എത്രയാണോ ചോറുണ്ടാക്കുന്നത് അതിനനുസരിച്ച് മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഏകദേശം 1/4 കപ്പ് അരിക്കുള്ള ടൊമാറ്റോ റൈസാണ് തയ്യാറാക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3 വലിയ പഴുത്ത തക്കാളിയാണ്, അത് ചെറുതായി കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ പേസ്റ്റായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് തക്കാളിയൊക്കെ നന്നായി വേവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചോറ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1.25 കപ്പ് അരിയാണ്, ബസ്മതി റൈസാണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 1/2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ച് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ചോറ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ ചോറ് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കുറച്ച് നാരങ്ങ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസ്, തക്കാളിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.